കൽക്കി സിനിമയുടെ പ്രൊഡ്യൂസേഴ്സായ വ്യജന്തി ഫിലിംസിന്റെ അടുത്ത സിനിമ ഇപ്പോൾ കൺഫേം ആയിരിക്കുകയാണ്. ദുൽഖർ സൽമാനായിരിക്കും ഈ സിനിമയിൽ ലീഡ് റോളിൽ എത്തുക എന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമ സംവിധാനം ചെയ്യുന്നത് പവൻ സതിനേനിയും കൂടിയാണ്. സൂര്യനായകനാവുന്ന കാർത്തിക് സുബ്രാജ് ചിത്രമാണല്ലോ സൂര്യ 44. സിനിമയിൽ ഇപ്പോൾ ജോർജ് ജോർജും ജോയിൻ ചെയ്തിരിക്കുകയാണ്. ആൻഡമാനിലാണ് ഇപ്പോൾ സിനിമയുടെ ഷൂട്ടെല്ലാം നടക്കുന്നത്. ഒരു സോങ് ഷൂട്ടെല്ലാം സിനിമയുടെ കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഭാഗ്യരാജ് കണ്ണന്റെ സംവിധാനത്തിൽ ലോറൻസ് നായകനാവുന്ന ചിത്രമാണ് ബെൻസ് എന്ന ചിത്രം. സിനിമയ്ക്ക് കഥയെല്ലാം ഒരുക്കുന്നത് ലോകേഷും കൂടിയാണ്. ഇപ്പോൾ ഈ സിനിമയിൽ ഫഹദ് ഫാസിലും എസ് ജെ സൂര്യയും എത്തിയേക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ശിവകാർത്തികനെ നായകനാക്കി ഗുഡ് നൈറ്റ് സിനിമയുടെ സംവിധായകനായ വിനായകന്റെ ചിത്രം ഇപ്പോൾ കൺഫേം ആയിരിക്കുകയാണ്. ഈ സിനിമയുടെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഇപ്പോഴത്തെ അമരൻ സിനിമയുടെ റിലീസിന് ശേഷം ഉണ്ടായേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രഭാസ് ചിത്രം കൽക്കിയേഡ് എന്ന സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷൻസ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. സിനിമയുടെ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുന്നത് 191.5 കോടിയോളമാണ്. രണ്ടാമത്തെ ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 298.5 കോടിയോളമാണ്. എന്തായാലും ഈ ചിത്രം പ്രഭാസിന്റെ വലിയൊരു കംബാക്ക് ആയിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഈ സിനിമയുടെ സെക്കൻഡ് പാർട്ടായ കൽക്കി 2ന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ 60% കംപ്ലീറ്റ് ആയി എന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമയുടെ റിലീസ് ഇപ്പോൾ അടുത്ത വർഷം പകുതിയിൽ ഒരു പക്ഷേ ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. നിലവിൽ ഷൂട്ട് നടക്കുന്ന രചന ചിത്രമാണല്ലോ വേട്ടയ്യൻ. സിനിമയുടെ ഷൂട്ട് ഇനിയിപ്പോൾ 18 ദിവസത്തോളം ആയിരിക്കും ഉണ്ടാവുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ചിത്രം ഒക്ടോബർ മാസമാണ് റിലീസിനെത്തുന്നത്. ജിത്തു ജോസഫ് അടുത്തതായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണല്ലോ നുണക്കുഴി എന്ന ചിത്രം. സിനിമയുടെ ഒരു ഒഫീഷ്യൽ പോസ്റ്ററും അതുപോലെ റിലീസ് തീയതിയും ഒഫീഷ്യലായി തന്നെ കൺഫേം ചെയ്തിരിക്കുകയാണ്. സിനിമ ഇപ്പോൾ ഓഗസ്റ്റ് 15-നാണ് ഇപ്പോൾ റിലീസിനെത്തുന്നത്. സിനിമയിൽ പ്രധാന വേഷത്തിലെത്തുന്നത് ബേസിൽ ജോസഫും അതുപോലെ ഗ്രേസ് ആൻ്റണിയും കൂടിയാണ്. ഇവരെ കൂടാതെ തന്നെ സിദ്ദീഖ്, സൈജു കുറുപ്പ്, ബിനു പപ്പു, അജു വർഗീസ് എന്നീ വമ്പൻ താരനിരയൊക്കെയാണ് ഈ സിനിമയിൽ അണിനിരക്കുന്നത്. സിനിമ ഒരു കോമഡി ഫാമിലി എന്റർടൈനർ ചിത്രവും കൂടിയാണ്. സാമന്തയും ഷാറൂഖ് ഖാനും ഒന്നിക്കുന്ന ഒരു സിനിമ വരുന്നു. രാജ്കുമാർ ഹിറാനി ആയിരിക്കും ഈ സിനിമ സംവിധാനം ചെയ്യുക. സിനിമയുടെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഇപ്പോൾ ഓഗസ്റ്റ് മാസം വന്നേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ സിനിമ ഒരു ആക്ഷൻ അഡ്വഞ്ചർ പാട്രിയോട്ടിക് ഫിലിമും കൂടിയാണ്. പെപ്പെ നായകനാവുന്ന അടുത്തൊരു ആക്ഷൻ സിനിമയുടെ ടൈറ്റിൽ ഫസ്റ്റ് ലുക്ക് ഇപ്പോൾ ഒഫീഷ്യലായി തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. കൊണ്ടൽ എന്ന് പേരിട്ടിരിക്കുന്ന ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് അജിത് മാമ്പള്ളിയും കൂടിയാണ്. സോഫിയ പോൾ നിർമ്മിക്കുന്ന ഈ സിനിമയിൽ പെപ്പയെ കൂടാതെ തന്നെ രാജ്ബി ഷെട്ടി, ഷെബീർ കള്ളരിക്കൽ എന്നിവരൊക്കെയാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. സിനിമ ഒരു പക്കൻ ആക്ഷൻ ഫിലിമും കൂടിയാണ്. കൂടാതെ തന്നെ ഈ സിനിമയുടെ റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഓണം റിലീസായിട്ടും കൂടിയാണ്.